അങ്ങളെ അങ്ങളെ എന്നാ ഒന്ന് വരാം. എന്നാത്തിനാ ഒരു അത്യാവശ്യമായിരുന്നു. എന്നാ അത്യാവശ്യം? പ്ലീസ് ആൻറ്റി, ഒന്ന് അങ്ങളുടെ അടുത്ത് വരാൻ പറയും. ആൻറ്റി മോ വാ മനുഷ്യ, കൊച്ചൻ വിളിക്കുന്നില്ല. എഴുന്നേക്ക്. അളിയ ഒന്നൊന്ന് സാധനം ഉണ്ടോ? കൊച്ചനോ അത് എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. അവിടെ ഒരാൾ കാണാൻ വന്നത്. പഴയ ബന്ധുക്കാരും ആണോ? നിങ്ങളെല്ലാവരും ഇനി വേറെ വല്ല ആലോചനയ്ക്ക് കൊണ്ടുപോകണം നടക്കുകയില്ല. എന്റെ മോനായിട്ട് ഫിക്സ് ആയി. അതുകൊണ്ടാ. അത്യാവശ്യം ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആണോ? അതാരാ? എല്ലാവരും വാ. അതെ സാർ. അയ്യോ, ഇതെന്നാ പറ്റി? ആരാ തലക്കടിച്ചത്? സൂര്യ കണ്ടില്ല കല്യാണത്തിന്. അതെ, സാറിന്റെ വീട്ടിൽ നിന്ന് രാവിലെ ആരോ ചേച്ചിനെ കയറി പിടിക്കാനായിട്ട് വന്നായിരുന്നു. സാറിന്റെ തലക്കിട്ടടിച്ച് ഇറങ്ങി ഓടിയോണ്ട് ആരാന്ന് കണ്ടില്ല. നിക്ക്, ഞാൻ പറയാം. ആളെ കണ്ടില്ലെങ്കിലും ദൈവം ഉണ്ടല്ലോ, തൊണ്ടി മുതൽ കിട്ടിയിട്ടുണ്ട്. കണ്ടാലറിയാം ഏതോ ഫോറിൻകാരൻ്റെയാ. ഇതിന്റെ കാണാതെ പോയ ലില്ലിപ്പൂക്കളുള്ള നമ്മൾ എമിറേറ്റ്സ് മാളിൽ നിന്ന് തീരുമാനമായല്ലോ. നാടില്ല കളവാ ചേറ്റവാക്കാറങ്ങാൻ. തന്റെ കല്യാണാലോചന വേണ്ട, ഒരു കോപം വേണ്ട. പിന്നെ പോകാൻ നേരത്ത് തന്റെ ചെറുക്കനോടെ കൊണ്ടുപോയിക്കണം. എന്റെ അല്ലേ മോൻ. അത് വൃത്തിയായിട്ടോ മനുഷ്യൻ. എല്ലാ കാക്കയും കൊത്തിക്കൊണ്ടിട്ടതായിരിക്കും. റജി ഒരു റജി, കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ ചോദിക്കുമോ? തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. നിനക്ക് അഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അയ്യോ ചേട്ടാ, അത് അല്ല, പെട്ടെന്നിറക്കേണ്ട ഒരു തീരുമാനം അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ വേറെ വഴിയില്ല. മറ്റുള്ളവരുടെ മുന്നിൽ ശാപം കിട്ടിയൊരു പെണ്ണായി എനിക്കെൻ്റെ മോളെ കാണാൻ കഴിയില്ല. ഞങ്ങളൊരു സഹായം പോലെ നിന്നോട് ചോദിക്കുമോ? അയ്യോ അതല്ല ചേട്ടാ, ഞാൻ അവളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അല്ല, അതെനിക്കറിയാം. അവക്കെന്തോ പ്രേമോ മറ്റോ അതൊക്കെ ഈ പ്രായത്തിലുള്ളതാണല്ലോ. അങ്ങനെ ഒരു മോശം കുട്ടിയല്ല അവള്. അയ്യോ ഞാൻ അങ്ങനെയല്ല ചേട്ടാ. അഞ്ജുനോട് പറഞ്ഞപ്പം അവക്ക് സമ്മതമാണ്. നിന്റെ അമ്മയോടും അളിയനോടും ഒക്കെ ഞാൻ സംസാരിച്ചോളാം. അവരെ കൊണ്ടൊന്നും കുഴപ്പമില്ല ചേട്ടാ. പക്ഷെ എനിക്ക് ജോലിയൊക്കെ ആയി വരണേ ഉള്ളൂ. അതൊക്കെ എനിക്കറിയാം. അതൊന്നും സാരമില്ല. നീ എന്തായാലും അവളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. ചേട്ടൻ വാ, നമുക്കൊരു ചായ കുടിക്കാം. വാ. അതല്ല റജി, നിങ്ങൾ ചെക്കൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ, ഒരു ചായ കുടിക്കാം. വാ. എടാ റജി, ചായ കുടിക്കാം. അതിനു മുമ്പ് ചെറിയൊരു... ഇനി എന്താ ചേട്ടാ? എടാ ഇതുവരെ... ഓ, പുറത്തല്ലേ? പുറത്താ. ചേട്ടാ, സംഭവം സത്യ. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇപ്പം ചെയ്ത് അല്ലിപ്പോൾ കിട്ടിയെടുക്കും. ടീന, എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. എന്തേ? റജിക്കുള്ള പണി ഇതിലുണ്ട്. താലിയിടും. ശാന്തി, കൂടുതൽ പരിപാടികളൊന്നും വേണ്ട, ചടങ്ങ് മാത്രം മതി. മാംഗല്യം തന്തുനാനേന മമ ജീവനഹേതുന. അതെ കിരൺ ചേട്ടന് എന്താ ചെയ്യാൻ പോണേ? ഇത്രയൊക്കെ ചെയ്യെങ്കിലേ കിരൺ ഇതൊക്കെ വെറും സിമ്പിൾ അല്ലേ? നീ കണ്ടോ?
ചേട്ടാ അതല്ല കെട്ടിമേളം വെച്ചത്. കെട്ടി വേണ. അല്ലാതെ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? അപ്പൊ നമ്മളൊന്നും ചെയ്യണ്ടേ? എടാ അവൻ അവന്റെ പെണ്ണിനെ കട്ടറിയാൻ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അവന്റെ പെണ്ണ. അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രേമാണ് മറ്റേയാളൊക്കെ പറഞ്ഞ എന്നോട് ഒരുപാട് കഥ പറഞ്ഞല്ലോ. കണ്ണാ ആ എന്നാ ഇനി ഒരു കഥ സൽട്ടുമാ. അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ആഴ്ച എങ്ങാണ്ട് പെണ്ണ് കാണാൻ വരുമെന്നാ പറയണേ. അത് മാമന്റെ ഏതോ കൂട്ടുകാരന്റെ ആരുടെ മോനാ. എൻ്റെ പൊന്നഞ്ചു, എനിക്കാണെങ്കിൽ ഒരു ജോലിയില്ല. പിന്നെ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ കിടന്ന് പ്രേമിച്ചെന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നവും. നീ ആണെങ്കിൽ നിന്റെ അമ്മയോട്ട് എത്ര പറഞ്ഞാൽ ഇറങ്ങി വരൂല്ല. കിരൺ ടീനയുടെ വീട്ടിൽ പോയി സംസാരിച്ചിട്ട് അവര് സമ്മതിച്ചല്ല. എടി ടീനയുടെ വീട്ടുകാർക്ക് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്. നിന്റെ വീട്ടുകാർക്കോ? എന്തു പറഞ്ഞാലും എന്റെ വീട്ടുകാർ കുറ്റം പറഞ്ഞാൽ മതി. ഇവിടെ അഞ്ജന എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്നോട് സംസാരിക്കാൻ പറഞ്ഞു വെച്ചു. എന്ന് ആലോചിച്ച് തീരുമാനം എടുക്ക്. എങ്ങാനും പാളി കഴിഞ്ഞാ പാളി അവളെയും കൊണ്ട് ഞാനിങ്ങ് പോരും. അതല്ലടാ, അയാളെന്റെ കാലൊന്ന് പിടിക്കണം. റെജിയുടെ മധുര പ്രതികാരം. നിനക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എൻ്റെ പേര് ജയനെന്നാണ്. ഇനി ഇതിന്റെ പുറകെ എങ്ങാനും വന്നാൽ നിന്റെ കുടുംബം ഞാൻ ഇല്ലാണ്ടാക്കും. ആള് പറയായാലും അച്ഛനെ തല്ലേ മനസ്സിൽ നോവില്ല. അല്ലാതെ അയാളെ പേടിച്ചിട്ടൊന്നുമല്ലല്ലോ അല്ലേ? ലൈറ്റായിട്ട്. ആ എന്നാ ഞാൻ എൻ്റെ പ്ലാൻ പറയാം. പാചകം പച്ചടി സുര, ഫോട്ടോ മജീദ്, ശാന്തിക്കാരൻ സതീഷൻ തെക്കുമ്പുറം, ഇവരെല്ലാവരും ഇവിടെ എത്തിക്കണം. പിന്നെ നീ പറഞ്ഞതനുസരിച്ച് ഈ ജയന് വൃത്തിപരിപാടി കൂടുതലുള്ള ടീമല്ലേ, അതായത് OCD. നമുക്കത് വെച്ചൊരു കളി കളിക്കാം. നീ ആ ഗ്ലാസ് ഒന്ന് കുപ്പിയുടെ മേളിൽ വെച്ച് വെക്ക്. നന്നായിട്ട് ശ്രദ്ധിച്ചു വെക്കണം. കല്യാണ വീടാണ്, താഴെ പോകരുത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. കല്യാണ ചെറുക്കൻ്റെ കാമുകിയായിട്ടൊരു പെണ്ണ് വരും. എൻ്റെ ഫ്രണ്ടാ, ഫ്രം ബാംഗ്ലൂർ. ഇവിടെ നമ്മളൊന്ന് ഡീൽ ചെയ്ത് മതി. അപ്പോഴേക്കും ചെറുക്കനുകളായിട്ടുള്ള വന്ന നാട്ടുകാർ മുഴുവൻ അറിഞ്ഞിട്ടുണ്ടാവും. ഒപ്പം അഞ്ചുവിൻ്റെ കാര്യം, അവൾ മണ്ഡപത്തിൽ കയറുമ്പോൾ നീ അവൾക്കൊരു കോൺഫിഡൻസ് കൊടുത്ത് മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ജയൻ, സഹദേവൻ, ശൈലപ്പൻ കാണുന്ന ആൾക്കാർക്കൊക്കെ നല്ല പണി കൊടുത്തിട്ടുണ്ട്. ബാക്കി ഓക്കെയാണ്. ഇനി നീ ഈ ഗ്ലാസ് ഒന്നെടുത്ത് കുപ്പിയുടെ വെള്ളം വെച്ച് സമനില തെറ്റി അവർക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റാതാവുമ്പോൾ കല്യാണം ഇതുപോലെ. ഞാൻ കാണണമെന്നല്ലേ പറഞ്ഞുള്ളൂ. എന്റെ പൊന്നഞ്ചു, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. നീ ഇങ്ങനെ കാണണമെന്ന് പറഞ്ഞ വാശി പിടിക്കില്ലേ? എടാ മതി മതി, ചെറുക്കൻ ചെറിയ വയറ് കണക്ട് ചെയ്തേ പണികൊള്ളോട്ടാ. അതെ പെട്ടെന്നോ ഒന്ന് വാളാം. ചേച്ചി, ഞാനിപ്പോൾ അവൻ്റെ വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കി. അവളെ കല്യാണത്തിന് സമ്മതിച്ചോണ്ട് അവൻ ഇനിയുള്ള വേണ്ടെന്നാ പറയുന്നത്. ചേച്ചി, നമ്മുടെ റീച്ചേട്ടൻ നല്ല പയ്യനല്ലേ? അവളും പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല കൂട്ടാന്നൊക്കെ. ചിലപ്പോൾ പുള്ളിക്ക് അവളെ മനസ്സിലാവും. അഥവാ അവൾ എന്തെങ്കിലും എതിർപ്പ് കാണിച്ചാലും നമുക്ക് പറഞ്ഞങ്ങ് സമ്മതിപ്പിക്കാം. ഈ കല്യാണം നടക്കാൻ എന്തെങ്കിലും ഒരു പോംവഴി കാണണം. അതുകൊണ്ട് ചേട്ടൻ റെജിനോടൊന്ന് സംസാരിക്കാം. നിനക്ക് അഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഞങ്ങളൊരു സഹായം പോലെ നിന്നോട് ചോദിക്കും. അല്ല ജയൻ ചേട്ടൻ, ഞാൻ അവളെ കണ്ടിട്ടില്ല. അതെനിക്കറിയാം. നിങ്ങള് കൊള്ളാലോ ചേട്ടാ. എങ്കിൽ പിന്നെ എന്നോട് രജിച്ചേട്ടാണെന്നൊക്കെ പറഞ്ഞാ പോരായിരുന്നു. എടാ, എൻ്റെ തലയിലൊന്നാലും കുഴപ്പമില്ല. പക്ഷെ ഞാനും പാളിയാ. പിന്നെ എല്ലാ കാര്യത്തിനും ഒരു റെസ്പോൺസ് വേണമല്ലോ. നിന്റെ വീട് എവിടെ ശരിക്കും? എന്റെ വീട് തൃശ്ശൂര്. കുറെ നാളായിട്ട് അമ്മ വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കാ നന്നാൻ വേണ്ടിട്ട്. നന്നാ. ചേട്ടായി, എനിക്കൊരു കാര്യം കൂടി അറിയണമെന്നുണ്ട്. ശരി ശൈലപ്പൻ ചേട്ടാ. अच्छा बेटे फिर मिलेंगे. हम चलते चलते പോട്ടെ. പോയിട്ട് വാ. കാണട്ടെ. ഒന്നാം തീയതി ഞാൻ വിളിക്കും. പോട്ടെ റെജി. ഹാപ്പി മാരേജ്. എന്തായാലും കാര്യങ്ങളൊക്കെ നടന്നില്ലേ? അതെ അതെ,
ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഒരു കല്യാണം നടന്നതിന്റെ ബുദ്ധിമുട്ടല്ലേ? ഏയ് അതൊന്നുമല്ല, അതിനേക്കാളും വലിയൊരു മുട്ടുണ്ട്. എന്നാ ശരി, ഞങ്ങളെന്നാ ഇറങ്ങുവാ. ടീന, ഞങ്ങളുടെ കല്യാണമാണ്, എല്ലാരും കൂട്ടി വരണം. ശരി, ചെല്ലട്ടെ. സലി എന്നോട് അവസാനം ഒരു ചോദ്യം ചോദിച്ചു. ആ കല്യാണം മുടങ്ങാനുള്ള യഥാർത്ഥ കാരണക്കാരൻ ആരാണ്? പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുന്നു. അവര് പോലും അറിയാതെ ഞങ്ങളുടെ ആഗ്രഹത്തിന് കൂടെ നിന്ന് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താൽ നമുക്കപ്പുറത്തേക്ക് ഈശ്വരനൊരു പ്ലാൻ ഉണ്ടാവും.